നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹസ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ആർട്ട്ഫുൾനെസ് സാജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിശ്വാസം എന്നുള്ള ആ ടേമിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബിലീഫ്, ട്രസ്റ്റ്, ഫെയ്ത്ത്, അത് കഴിഞ്ഞ് ശ്രദ്ധ. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അവിടെ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ സാധിക്കുള്ളൂ. നമ്മുടെ അടിസ്ഥാനം തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ നമുക്കൊരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നെങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക? നമ്മൾ സ്ക്രിപ്റ്റേഴ്സിലൂടെയും ശാസ്ത്രത്തിലൂടെയും എല്ലാം പഠിക്കുന്ന കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന അറിവുകൾ ശരിയാണെന്ന് വിചാരിച്ച് നിൽക്കപ്പോൾ അന്ധവിശ്വാസങ്ങളെ മാറ്റുന്നുണ്ട്. വളരെ കാലമായിട്ട് അന്ധവിശ്വാസമാണെന്ന് കരുതിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ശാസ്ത്രീയമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം ചില അർത്ഥങ്ങളുണ്ട് എന്നിപ്പോൾ മനസ്സിലാവുന്നു. അപ്പോൾ പഴയ സ്ക്രിപ്റ്റേഴ്സൊക്കെ എടുത്ത് വായിക്കുന്നു. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? ബേസ്, ഫൗണ്ടേഷൻ സ്റ്റേബിൾ അല്ല. നമ്മൾ ഞാനെന്ന പദം ഉപയോഗിക്കുമ്പോൾ അഹംബോധത്തിൻ്റെ തരത്തിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. ഈഗോന് അതിൻ്റേതായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല. ഈഗോ നിലനിൽക്കുന്നത് ആഗ്രഹങ്ങളുടെ മുകളിലാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഈഗോ ദൃഢപ്പെടുത്തുന്നു. ഇഷ്ടാനിഷ്ടങ്ങളുടെ മുകളിലാണ് ഈഗോ നിലനിൽക്കുന്നത്. ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അഹംബോധം അവിടെ ഇല്ലാണ്ടായി മാറും. പക്ഷെ എന്തുകൊണ്ടാണ് ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തത്? കാരണം ഫിയറാണ്, ഭയമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ലോകം, അതിൽ ജീവിക്കാനേ നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റും. നമ്മൾ അറിയുന്ന ഒരു ലോകം, ഇഷ്ടപ്പെടുന്ന ഒരു ലോകം, നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ലോകം. നമ്മളെപ്പോഴും തന്നെ പറയാം, ഞാൻ വളരെ കംഫർട്ടബിളാണ് ഇവിടെ, വീട്ടിൽ വളരെ കംഫർട്ടബിളാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വേഗം കംഫർട്ടബിളായിട്ടൊരു സ്ഥലത്ത് എത്തിച്ചേരുക. നമുക്കൊരു ചിന്തയുണ്ട്. യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കോവിഡ് ഉണ്ടാകുമ്പോൾ വീട്ടിൽ വന്ന് സമാധാനമായിട്ടിരിക്കുക. പ്രശ്നം കഴിയുമ്പോൾ വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. കോവിഡ് സമയത്തൊക്കെ എല്ലാവരും ഇന്ത്യയിലേക്ക് വരാൻ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. ഇപ്പോൾ യുദ്ധ അന്തരീക്ഷത്തിൽ ഈ ഒരു കാര്യം കാണാം. പക്ഷേ കുറച്ച് നേരം സമാധാനമായി വീണ്ടും
പുറത്തേക്ക് തന്നെ പോകാൻ തോന്നുക. കാരണം നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല. നമ്മൾ കംഫർട്ടിൽ നിലനിൽക്കുന്നെങ്കിലും ആ കംഫർട്ട് തന്നെ ഡിസ്കംഫർട്ടാണെന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. കാരണം അവിടെയും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബേസ്, അതിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന എന്തും സൂപ്പർ സ്ട്രക്ചർ എന്തും അതിനൊന്നും നിലനിൽപ്പുണ്ടാവില്ല. എല്ലാം സൂപ്പർസ്റ്റിഷൻ എന്ന് തന്നെ പറയാം. ഫൗണ്ടേഷൻ ശരിയല്ലാതെ നിർമ്മിക്കുന്ന കെട്ടിടം, അതാണ് സൂപ്പർസ്റ്റിഷൻ. അതുകൊണ്ടാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. പല ശാസ്ത്ര ശാഖകളിൽ നിന്നും തർക്കങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് അതിന് അടിസ്ഥാനമില്ലാത്തതാണ്. ഒരു ഫേമായിട്ടൊരു ഫൗണ്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ അഹംബോധത്തെ അതിൻ്റെ യഥാർത്ഥ ഫൗണ്ടേഷനിലേക്ക് കണക്ട് ചെയ്യണം. നമ്മുടെ യഥാർത്ഥ ഫൗണ്ടേഷൻ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഞാനെന്ന് പറയുമ്പോൾ ഒരു അനക്കാത്ത ഒരു ക്യാൻവാസ് ഉണ്ട്, അവിടേക്ക് കണക്ട് ചെയ്ത് അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കതിനെ ശരിക്കുള്ള ഫെയ്ത്ത് എന്ന് പറയാൻ സാധിക്കൂ. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രദ്ധ പലതരത്തിലാണെന്ന് പറയുന്നത്. രാജസികം, താമസികം, സാത്വികം. അതെല്ലാം ഫ്ലക്ച്വേറ്റിംഗ് ശ്രദ്ധകളാണ്. രാജസികം ഡോമിനേറ്റ് ചെയ്യുമ്പോൾ സാത്വികം ഇല്ലാണ്ടാവും, സാത്വികം ഡോമിനേറ്റ് ചെയ്യുമ്പോൾ രാജസികവും താമസികം ഇല്ലാണ്ടാവും. അപ്പം ഇങ്ങനെ മൂവിന്ന് കാണാം. നമ്മൾ വലിയ വലിയ അറിവുള്ള ആൾക്കാരും കൂടി ചിലപ്പോൾ പല പല മണ്ടത്തരങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പാപിയാളുടെ ആൾ കൂടി പലപ്പോഴും സാത്വിക മനോഭാവത്തിൽ പോകാറുണ്ട്. അവരുടെ കുട്ടിയോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ അടുത്തിരിക്കുമ്പോൾ അവർ സാത്വിക ഭാവമാണ്. അപ്പോൾ ഇത് മാറിയിട്ട് ഫേമായിട്ടൊരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് എന്ത് പറയുമ്പോഴും അവിടെ ഒരു മാറ്റമില്ലാതെ ദൃഢമതിയായിട്ട് ഇൻ്റലക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോഴേ അതിനെ ശ്രദ്ധ എന്ന് പറയാൻ സാധിക്കും. അങ്ങനെയൊരു വ്യക്തിത്വം സംസാരിക്കുമ്പോൾ അവിടെ സംശയങ്ങളില്ലാണ്ടേ മാറും. ആ മൊമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അപ്രോപ്രിയേറ്റ് എന്താണെന്ന് അങ്ങനെ വ്യക്തിക്ക് പറയാൻ സാധിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയാറുണ്ട്, അപ്രോപ്രിയേറ്റ്നെസ് ആണ് തീരുമാനം. തീരുമാനം ഇന്നലെ എടുത്തത് ഇത് ശരിയാവണമെന്നില്ല. പക്ഷേ ഉള്ളിൽ ഒരു തരത്തിലും ഗിൽട്ട് തോന്നാതെ ആ മൊമെൻറ്റിൽ 100% എല്ലാ ഇൻപുട്സും എടുത്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ സ്ഥിതപ്രജ്ഞ എന്ന് പറയും. ബാലൻസ്ഡ് ആയിട്ടൊരാൾ, ഫേമായിട്ട് ശ്രദ്ധയുള്ള ഒരാൾ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ എസെൻസിലേക്ക്, നമ്മുടെ എല്ലാവരുടെയും എസെൻസായിട്ടുള്ള ഫൗണ്ടേഷനായിട്ടുള്ള ആ യഥാർത്ഥ ഫ്ലോ എന്ന് പറയാം. നമ്മളതിനെ ഈശ്വരൻ എന്ന് പറയാം, പ്രിൻസിപ്പിൾ എന്ന് പറയാം. ആ യഥാർത്ഥ സത്യം അല്ല യഥാർത്ഥ സ്നേഹം, ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ ശ്രദ്ധ എന്ന് പറയാൻ സാധിക്കൂ. അവിടെ സംശയങ്ങളില്ല, ഭയമില്ല, തെറ്റിദ്ധാരണകളില്ല, കുറ്റബോധങ്ങളില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫൗണ്ടേഷനിലേക്ക് കണക്ഷൻ നൽകും. ഇതാണ് ഹാർട്ട്ഫുൾനെസ് നൽകുന്നത്. ഹാർട്ട്ഫുൾനെസ് നൽകുന്നത് ആ പ്യുവറായിട്ടുള്ള ആ ഫൗണ്ടേഷനിലേക്ക് കണക്ട് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ ആ ഫൗണ്ടേഷനിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് ജീവിതത്തെ ഒന്നുകൂടി സമീപിക്കാൻ പറയുകയാണ് മാസ്റ്റേഴ്സ് പറയുന്നത്. സ്നേഹത്തോടെ സമീപിക്കും. സ്നേഹം ഭയപ്പെടാണ്ട് ഉപയോഗിക്കാൻ പഠിക്കും. സ്നേഹം ഒരിക്കലും നമ്മളെ വീഴ്ത്തില്ല. സ്നേഹം എല്ലാ വാതിലുകളും തുറക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ നമ്മളെപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല, അത് ചെയ്യാൻ ധൈര്യം കാണിക്കില്ല. അപ്പോൾ ആ ധൈര്യം 24/7 നമുക്ക് സാധിക്കുകയാണെങ്കിൽ, സ്നേഹം നമ്മളുടെ ഉള്ളിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശ്രദ്ധ ശരിക്കുള്ള ആ ഫൗണ്ടേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.